മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. എല്ലാ ചൊവ്വാഴ്ച ദിവസങ്ങളിലും നമ്മൾ ഈശ്വര സങ്കല്പത്തെ കുറിച്ചാണ് വിവരിക്കുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ച നമ്മൾ വിവരിച്ചത് ശരിക്ക് സർവചരാചരങ്ങളിലും ഈശ്വരനെ കാണുന്നതിനെ കുറിച്ച്. അതിൻ്റെ മുമ്പിലത്തെ ചൊവ്വാഴ്ച വരെ നമ്മൾ വിവരിച്ചത് മത്സ്യാവതാരം വിവരിച്ചു, എന്നിട്ട് കൂർമാവതാരം വിവരിച്ചു. കൂർമാവതാരത്തിൻ്റെ പക്ക സയന്റിഫിക് എക്സ്പ്ലനേഷൻ നൽകി. ഇനി നമ്മൾ വിവരിക്കാൻ പോകുന്നത് അവതാരങ്ങൾ 10, അതിൻ്റെ സയന്റിഫിക് മെസ്സേജ് സിസ്റ്റമാറ്റിക്കലി, റാഷണലി, ലോജിക്കലി വിവരിക്കാൻ ഒരു ശ്രമമാണ്. അപ്പോൾ ഇനി മൂന്നാമത്തെ അവതാരം എന്ന് പറയുന്നത് വരാഹാവതാരം. മത്സ്യാവതാരം ജീവന്റെ ഉത്ഭവം 198.9 കോടി വർഷങ്ങൾക്ക് മുൻപ് ജലത്തിലായിരുന്നു എന്ന് ഞാൻ മഹാസങ്കല്പത്തിലെ വരികൾ ഉപയോഗിച്ച് സപ്തതമേ മന്വന്തരെ അഷ്ടാവിംശതിതമേ കലിയുഗേ പ്രഥമപാദേ ജംബോദ്വീപേ ഭാരതവർഷേ ഭരതഖണ്ഡേ മേരോഹ ദക്ഷിണേ പാർശ്വേ ദണ്ഡകാരണ്യേ ഗോദാവര്യാഹ ദക്ഷിണേ തീരെ. ഇതാണ് മഹാസങ്കല്പം. അതില് 7ാമത്തെ മന്വന്തരത്തില് 28ാമത്തെ മഹായുഗത്തിന്റെ 4ാമത്തെ ഭാഗമായ കലിയുഗത്തില് ഈ മാർച്ച് 21-ാം തീയതിയോടുകൂടി 5108 വർഷങ്ങൾ കഴിഞ്ഞ് 5109 വർഷങ്ങളായി കലിയുഗം ആരംഭിച്ചിട്ട് എന്ന് വിവരിക്കുകയുണ്ടായി. അന്നാണ് മത്സ്യാവതാരം ഉണ്ടായത്, ഏതാണ്ട് 200 കോടി വർഷങ്ങൾക്ക് മുമ്പ്. ജീവന്റെ ഉത്ഭവം. അതിനുശേഷം ഈ മത്സ്യ അവതാരം അഥവാ ജീവന്റെ ഉത്ഭവം എവല്യൂഷൻ, റെവല്യൂഷൻ അല്ല, എവല്യൂഷൻ, പരിണാമത്തിലൂടെ ജാത്യന്തര പരിണാമ പ്രകൃത്യാപൂരാ, ജീവജാലങ്ങളുടെ പരിണാമം പ്രകൃതി നിയമമാണ് എന്ന് പതഞ്ജലി മഹർഷി 4ാം അധ്യായത്തിലെ 6ാമത്തെ വരിയിൽ പറഞ്ഞതുപോലെ പരിണാമത്തിലൂടെ കൂർമ്മമായി. ഇനി അവിടെ നിന്നും പരിണാമം നടക്കണം. വരാഹാവതാരം ഇതൊരു കഥാരൂപത്തിലാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഹിരണ്യാക്ഷൻ എന്നൊരു ആസുരീക ശക്തി ഉണ്ടായിരുന്നു അത്ര. ശരിക്ക് നമ്മളുടെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും എല്ലാ കഥകളിലും സന്ദേശങ്ങളിലും അനുഭവങ്ങളിലും വിവരിക്കുന്ന പേരുകൾ നോക്കിയാൽ അതിലൊക്കെ വലിയൊരു സന്ദേശമുണ്ട്. ഹിരണ്യാക്ഷൻ എന്ന് പറഞ്ഞാൽ അർത്ഥം സ്വർണത്തിന്റെ തിളക്കമുള്ള കണ്ണുകളോട് കൂടിയവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അദ്ദേഹമാണെങ്കിൽ ഒരു അസുരനാണ്, രാക്ഷസനാണ്. ഒരു അസാധാരണ ടൊറൻഷ്യൽ ആയിട്ടുള്ള ഒരു ശക്തിയുടെ സ്വാധീനമാണ് പ്രപഞ്ചത്തിൽ ഉണ്ടാവുക എന്നാണ് ആസുരീക ശക്തിയുടെ എന്ന് പറഞ്ഞാൽ. രാക്ഷസീയ ശക്തി എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും ഒരു ടൊറൻഷ്യൽ. ഇപ്പൊ സുനാമി വന്നിട്ടുണ്ട്, അതേപോലെ നല്ല എർത്ത് ഉണ്ടായി. അതേപോലെ തന്നെ നിങ്ങൾ ഒരു പക്ഷെ കേട്ട് കാണും, AD 2000 എന്ന് വെച്ചാൽ 8 വർഷങ്ങൾക്ക് മുമ്പ് അൽ നിനോ എഫക്റ്റ് ഉണ്ടായി. അൽ നിനോ എന്ന് വെച്ചാൽ ഇൻഫന്റ് ജീസസ്, അങ്ങനെ ഒരു എഫക്റ്റ് ഉണ്ടായി. അസാധാരണമാം വിധത്തില് ഡീപ്പ് വിന്റർ സീസണില് അസാധാരണ ചൂടുണ്ടായപ്പോ ബർമൂഡ ട്രയാങ്കിളുകൾക്ക് അകത്തുള്ള ധാരാളം ദ്വീപുകളില് പുതിയ ജീവികൾ ഉണ്ടായി അത്ര. നേച്ചർ എന്ന മാഗസീനിൽ അത് കൊടുത്തിട്ടുണ്ട്. പ്രകൃതിയുടെ എവല്യൂഷൻ തിയറിയെ തെറ്റിച്ചുകൊണ്ടാണ് 8 വർഷങ്ങൾക്ക് മുമ്പ് എൽനിനോ എഫക്റ്റ് ഉണ്ടായത്. പസഫിക് ഓഷ്യനിലും അറ്റ്ലാന്റിക് ഓഷ്യനിലും എല്ലാം ടെമ്പറേച്ചർ സബ്സീറോ പോകേണ്ടതിന് പകരം തിരിച്ചു വളരെ ഉയരത്തിലേക്ക് വന്നു. എല്ലാ സ്ഥലത്തെയും കാലാവസ്ഥയിൽ മാറ്റം ഉണ്ടായി. ഇതെല്ലാം പരിണമിച്ചത് പുതിയ ജീവജാലങ്ങളുടെ ഉത്ഭവമാണ്. അപ്പോൾ ഇതുണ്ടായത് ടൊറൻഷ്യൽ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റൽ ചേഞ്ചാണ്. ആ എൻവയോൺമെന്റൽ ചേഞ്ച് ഒരു ആസുരീക ശക്തിയാണ്. ആസുരീകമായിട്ടുള്ള ലൈറ്റ്നിങ്, ടെമ്പസ്റ്റ്, ടൊർണാഡോ അല്ലെങ്കിൽ സുനാമി മാതിരിയുള്ള എഫക്റ്റ്, അല്ലെങ്കിൽ കാലാവസ്ഥയിൽ ഉണ്ടാവുന്ന സഡൻ വേരിയേഷൻ, ഇതെല്ലാം എവല്യൂഷന്റെ അകത്ത് റെവല്യൂഷൻ ഉണ്ടാക്കാൻ കാരണമാവും. എവല്യൂഷൻ, പരിണാമം പോലും വിപ്ലവാത്മകമായ പരിണാമത്തിന് കാരണമാകും. ഇതിനെ സിംബോളിക് ആയിട്ട് പ്രസന്റ് ചെയ്യാണ് ഹിരണ്യാക്ഷൻ എന്ന ആസുരീക ശക്തിയുടെ അടിസ്ഥാനത്തിൽ. ഭൂമി തന്നെ വിറച്ചപ്പോൾ, ഭൂമി തന്നെ പരിഭ്രമിച്ചപ്പോൾ ഭൂമി ദേവി മഹാവിഷ്ണുവിൻ്റെ അടുത്ത് കംപ്ലൈന്റ് പറഞ്ഞു എന്നാ പറയുക.
കഥയാണത്. ഭൂമിദേവി എന്നൊരു പാർട്ടിയില്ല, ഭൂമി തന്നെയാണ്. 40,600 കിലോമീറ്റർ സർക്കംഫറൻസ് ഉള്ള ഈ ഭൂമിയെ ഒരു സ്ത്രീയോട് ഉപമിച്ചിരിക്കുകയാണ്. ആ സ്ത്രീ മഹാവിഷ്ണു, വിശ്വം വിഷ്ണുവശക്കാരോ ഭൂതഭവ്യ ഭവത് പ്രഭു. ഈ പ്രപഞ്ചാധിപനോട് കംപ്ലൈന്റ് പറഞ്ഞു. കാരണം ഭൂമിയുടെ ഭാരം എനിക്ക് താങ്ങാൻ വയ്യ. എന്നുവെച്ചാൽ ഭൂമിയിലുള്ള അസാധാരണ നെഗറ്റീവ് ഫോഴ്സ്, അതിന്റെ ഇമ്പാക്ട് ഭൂമിക്ക് താങ്ങാൻ പറ്റണില്ല. അതിന്റെ പരിണത ഫലം എന്താ? whenever the system in equilibrium is disturbed, system will adjust itself in such a way that effect of the disturbance is nullified. ലീ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിളാണ്. കെമിസ്ട്രി ഫിസിക്സും പഠിക്കുന്നവരെ ക്ലാസ്സിൽ ഉറങ്ങാതെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കേട്ടിട്ടുണ്ടാവും. അതായത് whenever the system in equilibrium, സന്തുലിതാവസ്ഥയിലുള്ള ഒരു സിസ്റ്റത്തിന്റെ ഇക്വിലിബ്രിയത്തിനെ ഏതെങ്കിലും കാരണവശാൽ മാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, മാറ്റത്തിന് വിധേയമായിട്ടുണ്ടെങ്കിൽ, whenever the system in equilibrium is disturbed, the system will adjust itself in such a way that ആ സിസ്റ്റം തന്നെത്താനെ അഡ്ജസ്റ്റ് ചെയ്യും. ഇഫക്റ്റ് ഓഫ് ദ ഡിസ്റ്റർബൻസ് ഈസ് നള്ളിഫൈഡ്. ഈ വ്യതിചലനത്തിന്റെ പരിണത ഫലം ഇല്ലാതെയാക്കാൻ ഈ ഹിരണ്യാക്ഷൻ എന്ന ആസുരീക ശക്തി, ഒരു മനുഷ്യനല്ല, അസുരനല്ല, രാക്ഷസനല്ല, പ്രപഞ്ചശക്തി, അത് ഭൂമിയെ അസാധാരണമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തപ്പോൾ വരാഹരൂപത്തിലുള്ള ഒരു പ്രപഞ്ച ചൈതന്യം ഭൂമിയെ സംരക്ഷിച്ചു എന്ന് പറയും. അതായത് ഒരു പുതിയ ജീവജാലം ഉത്ഭവിച്ച് ആ ചേഞ്ചിനെ നള്ളിഫൈ ചെയ്തു, ഭൂമിയിൽ ഇക്വിലിബ്രിയം ഉണ്ടാക്കി. വരാഹാവതാരം എന്നാണ് അതിന് പറയാം. വളരെ അർത്ഥമുണ്ട്. പന്നിന്ന് മാത്രമൊന്നുമല്ല അതിനർത്ഥം. ഇവിടെ കേരളത്തില്, വടക്ക കേരളത്തില് പന്നിയൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ഇവിടെ പന്നിയുടെ രൂപത്തിലാണ് മഹാവിഷ്ണുവിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ പന്നിയായിട്ട് അവതരിച്ച ഈശ്വരനെ കുറിച്ചുള്ള വിവരണം അടുത്ത ചൊവ്വാഴ്ച കുറേ കൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വിവരിച്ചു തരുന്നുണ്ടാവും. മനസ്സിലാക്കാൻ പറ്റുമോ എന്ന് ശ്രമിക്കാം. നിറഞ്ഞ ഹൃദയത്തോടു കൂടി എന്റെ പ്രണാമം.